എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു തിരുവാതിര കൂടി ഇതേ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ തിരുവാതിരക്കാലത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരൊക്കെ കൂടുതൽ ഇന്നത്തെ കാലത്ത് അതിനെപ്പറ്റി അറിയാത്തവരും അതെന്താണ് അനുഷ്ഠാനം എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാത്തവരൊക്കെയാണ്. അതിനെപ്പറ്റി ഒരുപാട് കഥകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി പറയാം, നല്ല നല്ല ഭർത്താക്കന്മാരെ ലഭിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് ആയുസ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ സ്ത്രീകൾ എടുക്കുന്ന ഒരു വ്രതമായിട്ടാണ് ഈ ഒരു തിരുവാതിര വ്രതവും തിങ്കളാഴ്ച വ്രതവും ഒക്കെ പൊതുവേ പറയപ്പെടുന്നത്. അപ്പോൾ ഉടനടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, സ്ത്രീകൾ മാത്രം വ്രതമെടുത്താൽ മതിയോ, പുരുഷന്മാർക്ക് ഇമാതിരി വ്രതത്തിന്റെ ഒന്നും ആവശ്യമില്ലേ എന്നുള്ളത്. പൊതുവേ നമ്മൾ സ്ത്രീകൾ അങ്ങനെ നല്ലതായതുകൊണ്ടാണോ, എല്ലാ സ്ത്രീകളും നല്ലതായതുകൊണ്ട് അവർക്ക് വ്രതം എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണോ എന്ന് തമാശയ്ക്ക് നമുക്ക് പറയാമെങ്കിലും ആക്ച്വലി ഇതിനെ അങ്ങനെ കാണാതെ ഇതെല്ലാം നമുക്ക് സ്ത്രീകൾക്ക് ആഘോഷിക്കപ്പെടേണ്ട ദിവസങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവനവന്റെ താല്പര്യത്തിനനുസരിച്ച് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ തിരുവാതിര വ്രതം എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെങ്കിൽ, ചെറുപ്പത്തിലൊക്കെ ഈ ധനുമാസത്തില് ഇത്രയും തണുപ്പ് ഇപ്പൊക്കെ നമ്മൾ അനുഭവപ്പെടുന്ന ഈ ഒരു തണുപ്പില് പുലർച്ചെ എണീച്ച ഒരാഴ്ച മുൻപ് തുടങ്ങും ഇതിന്റെ ഒരു കലാപരിപാടികള്. അപ്പോൾ ഒരാഴ്ച മുൻപ് തന്നെ ഈ പുലർച്ചെ 5 മണിക്കൊക്കെ എണീച്ച് അടുത്തുള്ള തോട്ടിൽ പോയിട്ട് കുറേ പേരുണ്ടാവും. എല്ലാവരും കൂടി ഒന്നിച്ചിങ്ങനെ തൊടി കൊട്ടി കുളിക്കാൻ പറയും. ഇങ്ങനെ കൈയിട്ടടിച്ച് എല്ലാവരും കൂടി വട്ടളഞ്ഞത് നല്ല രസമാണ്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ തിരുവാതിരയുടെ അന്നും പുലർച്ചെ ഇങ്ങനെ എണീച്ച് കുളിച്ച് നമ്മൾ സുന്ദരികളായിട്ട് അണിഞ്ഞൊരുങ്ങി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി കണ്ണെഴുതി വാലിട്ട്, അതൊക്കെ നിർബന്ധമാണെന്ന്. അതുപോലെ വെറ്റില മുറുക്കുക. അപ്പോൾ സ്ത്രീകളെ അംഗീകരിക്കുന്ന, സ്ത്രീകളെ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത്. നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഭക്ഷണം തയ്യാറാക്കുന്ന, അതുപോലെ അടുത്തുള്ള എല്ലാവരും ഒത്തുകൂടുന്ന, രാത്രിയിലൊക്കെ ഉറക്കൊഴിച്ചിരുന്ന ഓരോ ആഘോഷങ്ങളും പരിപാടികളും. പൊതുവെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും, പകല് പോലും പുറത്തിറങ്ങാൻ അവകാശം ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അങ്ങനെ രാത്രി ഒത്തുകൂടിയിട്ട് ഒരു തിരുവാതിര കളി കളിക്കുകയും മറ്റ് ആഘോഷങ്ങളെല്ലാം കൂടി നിലനിൽക്കുമ്പോൾ അത് സ്ത്രീകളെ ആഘോഷിക്കപ്പെടുന്ന ദിവസങ്ങളായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ അത് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയൂ. അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് വെച്ചാൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. നമുക്കത് നല്ലൊരു ഡിസ്കഷൻ ടോപ്പിക്കാണ് അല്ലേ. അപ്പോൾ ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഓരോരുത്തരുടെ വിശ്വാസത്തിനനുസരിച്ച് നിലനിൽക്കട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോവാം. ഓരോരുത്തരും മറ്റുള്ളവരുടെ കൈ കടത്താത്തതിനെ അത്രയും കാലത്തോളം ഇതെല്ലാം ഏറ്റവും മനോഹരമാണ്. താങ്ക് യു.